ശബരിമലയിലെ ആടിയ ശിഷ്ടം നെയ് ക്രമക്കേടിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. കണക്കുകൾ എഴുതി സൂക്ഷിക്കുന്നത് 200 പേജിന്റെ നോട്ട്ബുക്കിലാണെന്നും ബുക്കിൽ നിറയെ വെട്ടലും തിരുത്തലുമാണെന്നും കോടതിയുടെ കണ്ടെത്തൽ. വിവരങ്ങളുമായി രേഷ്മ ബാബുവാണ് ചേരുന്നത്. രേഷ്മ, സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിലേക്ക് നീങ്ങുമ്പോഴാണ്, ഡിജിറ്റൽ രേഖകളുടെ കാലത്താണ് ഇത്തരത്തിൽ 200 പേജുള്ള നോട്ട്ബുക്കിൽ വളരെ പ്രധാനപ്പെട്ട കണക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്ന ഒരവസ്ഥ. ഇത് വലിയ ക്രമക്കേടിലെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടന്നത് എന്നാണ് ഹൈക്കോടതിയുടെ സംശയം. വിവരങ്ങൾ. നിലിമ, ആടിയ ശിഷ്ടം നെയ്യുടെ വിൽപ്പനയിൽ വൻ ക്രമക്കേടുണ്ടെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയതാണ്. വിജിലൻസ് നൽകിയ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഇറക്കിയ ഇടക്കാല ഉത്തരവിലാണ് അതിരൂക്ഷമായ വിമർശനം ഉള്ളത്. കുട്ടി നോട്ട്ബുക്കിലാണ്, അതായത് ഒരു 200 പേജുള്ള നോട്ട്ബുക്കിലാണ് ഈ ആടിയ ശിഷ്ടം നെയ്യുടെ കണക്കുൾപ്പെടെ എഴുതുന്നത്. അതിനെ കുട്ടി ബുക്കെന്നാണ് ജസ്റ്റിസ് രാജാ വിജയരാഘവൻ അധ്യക്ഷനായിട്ടുള്ള ദേവസ്വം ബെഞ്ച് പരിഹസിച്ചിട്ടുള്ളത്. ആ ബുക്കിൽ 20 പേജ് ഭാഗത്താണ് ഈ ആടിയ ശിഷ്ടം നെയ്യുടെ കണക്ക് സൂക്ഷിച്ചിട്ടുള്ളത്. അത് തന്നെ ഏകദേശം 2025 നവംബർ 17 മുതൽ 2025 ഡിസംബർ 31 വരെയുള്ള കണക്കാണ് ഈ 20 പേജുകളിൽ ഉൾപ്പെടുന്നത്. അതുമാത്രമല്ല, ഈ ബുക്കിൽ അപ്പാടെ വെട്ടും തിരുത്തലും ഒക്കെ തന്നെ ഉണ്ട്. പെട്ടിക്കടയിൽ പോലും ഇത്തരത്തിൽ കണക്ക് സൂക്ഷിക്കില്ല എന്നാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വിമർശനം ഉണ്ടായിട്ടുള്ളത്. വലിയ രീതിയിലുള്ള വീഴ്ച സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി, സാമ്പത്തികമായിട്ടുള്ള ചട്ടക്കൂടിലുണ്ടായി, നിയന്ത്രണങ്ങളിലുണ്ടായി, മേൽനോട്ട ചുമതലയിലും വൻ വീഴ്ചയും ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനവും ഉണ്ടായിട്ടുണ്ടെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. പ്രസാദം വിൽപ്പനയിൽ കൃത്യമായിട്ടുള്ള ഒരു ചട്ടക്കൂട് ഉറപ്പാക്കണമെന്നുള്ള നിർദ്ദേശം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. അതായത് ഇനി അങ്ങോട്ട് കൃത്യമായിട്ട് ഈ ആടിയ ശിഷ്ടം നെയ്യുടെ ഉൾപ്പെടെയുള്ള കണക്കുകൾ സൂക്ഷിക്കണം. അത് ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിക്കാനായിട്ടുള്ള സംവിധാനങ്ങളും ഉറപ്പാക്കണം. മാത്രമല്ല, ഭക്തർ എത്രത്തോളം നെയ്യ് കൊടുക്കുന്നുണ്ട്, ഭക്തർ കൊണ്ടുവരുന്ന നെയ്യുടെ കണക്കുൾപ്പെടെ കൃത്യമായിട്ട് സൂക്ഷിക്കണം. സാമ്പത്തിക സുതാര്യത ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഉണ്ട് എന്നുകൂടി ഹൈക്കോടതി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി ഹൈക്കോടതിയിൽ സമർപ്പിക്കണമെന്നുള്ളതാണ് ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 33 പ്രതികളാണ് ഈ കേസിലുള്ളത്. ഏകദേശം 3 ടെമ്പിൾ സ്പെഷ്യൽ ഓഫീസർമാരും അതോടൊപ്പം തന്നെ താൽക്കാലിക ശാന്തിക്കാരും ഈ പ്രതികളാണ്. 21 ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് ആടിയ ശിഷ്ടം നെയ്യുടെ വിൽപ്പനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് അഭിഷേകം ചെയ്തതിനു ശേഷം ബാക്കി വരുന്ന നെയ്യ് കൊടുക്കുന്നതിലാണ് വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ നെയ്യ് വിൽപ്പന ചെയ്യുന്ന സമയത്ത് അവിടുത്തെ തൊഴിലാളികളെ അല്ലെങ്കിൽ ജീവനക്കാരെ നിയോഗിക്കുന്നതിലും വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഒരു മേൽനോട്ടം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുകൂടി ഹൈക്കോടതി വിലയിരുത്തിയിട്ടുണ്ട്. എന്തായാലും ഇനി അടുത്ത തവണ ഈ ഒരു സ്വമേധ എടുത്തിട്ടുള്ള ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്ന ഘട്ടത്തിൽ എന്ത് നടപടികളാണ് ഇനി അങ്ങോട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഈ പ്രസാദം വിൽപ്പനയിൽ സ്വീകരിക്കാൻ സാധിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി സമർപ്പിക്കണം. മാത്രമല്ല, ഈ ഒരു ആടിയ ശിഷ്ടം നെയ്യുടെ കാര്യത്തിൽ മാത്രമല്ല ക്രമക്കേട് കണ്ടെത്തിയിട്ടുള്ളത്, മറിച്ച് വിഭൂതി, കുങ്കുമം ഉൾപ്പെടെയുള്ള ഇടപാടുകളിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഭൂതി, കുങ്കുമം, ആടിയ ശിഷ്ടം നെയ്യ് അങ്ങനെ പ്രസാദ വിൽപ്പനയുടെ മുഴുവൻ കാര്യങ്ങളിലും ഒരു സുതാര്യത ഉറപ്പാക്കിക്കൊണ്ട് കൃത്യമായിട്ട് സാമ്പത്തിക അച്ചടക്കം വേണമെന്നുകൂടി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള വീഴ്ചയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് ദേവസ്വം ബോർഡിന്റെ വീഴ്ചകളിൽ വളരെ കൃത്യമായ നടപടികൾ എടുത്തു പോകുകയാണ് ഹൈക്കോടതി. അതിരൂക്ഷമായ വിമർശനമാണ് ദേവസ്വം ബോർഡിനെതിരെ ഉയരുന്നത്.